Welcome to the 35th lecture on electrodynamics, and here we start the fourth chapter. Electromagnetic induction is the fourth chapter. 3 chapters over, and the fourth chapter we begin today. The chapter name is electromagnetic induction. It's a very important chapter. Electromagnetic induction, and some part of this chapter you have studied in your plus 2 class. And some additional portions we study here. Electromagnetic induction. So the first question is, what is electromagnetic induction? The usual question. What is EMI? What is electromagnetic induction? It is a usual question. And that whenever the magnetic field associated with a closed circuit changes and EMF is induced in the circuit, this phenomenon is called electromagnetic induction, and this was discovered by Faraday. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലേക്ക് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, ഒരു EMF ഡെവലപ്പ് ചെയ്യും. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെയാണ്. നിങ്ങൾ പ്ലസ് 2 ക്ലാസ്സിൽ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്, ഫാരഡെ എക്സ്പെരിമെൻറ്റ് പഠിക്കാറുണ്ട്. ഒരു കോയിൽ മാഗ്നറ്റ്, ആ മാഗ്നറ്റ് കോയിലിനകത്തേക്ക് താഴ്ത്തുമ്പോൾ കറണ്ട് ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറുമ്പോൾ സർക്യൂട്ടിലേക്ക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ, അല്ലെങ്കിൽ അവിടെ ഒരു EMF ഡെവലപ്പ് ചെയ്യുന്ന ഫിനോമിനൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുത കാന്തിക പ്രേരണം എന്ന് മലയാളത്തിൽ പറയും. വെനെവർ ദി മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് എ ക്ലോസ്ഡ് സർക്യൂട്ട് ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്, ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് വാസ് ഡിസ്കവേർഡ് ബൈ മൈക്കൽ ഫാരഡെ. ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണെന്നുള്ള ചോദ്യമാണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെയാണ്. ഡൈനാമോയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെയാണ്. ഡൈനാമോയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നൊരു വാക്ക് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഓംസ് ലോയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ സിലബസിൽ കൊടുത്തതുകൊണ്ട് അതൊന്ന് ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ ചാപ്റ്ററിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതൊന്ന് ഡിസ്കസ് ചെയ്യണം. ഇത് ശരിക്കും പറയേണ്ടത് ഈ സെല്ല് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓംസിലേക്ക് പഠിക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF. ഫോർ എ സെൽ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദ സെൽ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് E. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് നമ്മൾ കറണ്ട് പുറത്തേക്ക് എടുക്കാതിരിക്കുമ്പോൾ ആ സെല്ലിൻ്റെ രണ്ട് ടെർമിനൽ, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ തമ്മിലുള്ള വോൾട്ടേജാണ് അത് EMF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഒരു സെല്ലിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് ഡ്രോ ചെയ്യാത്തപ്പോൾ ആ സെല്ലിൻ്റെ രണ്ട് ടെർമിനൽ തമ്മിൽ വോൾട്ടേജ് അളന്നാൽ ആ കിട്ടുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പോലെ EMF. ഫോർ എ സെൽ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദി സെൽ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് E എന്ന് പറയും. അപ്പം അതിൻ്റെ മറ്റ് കാര്യങ്ങളാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ പറ്റി പറയാവുന്ന മറ്റ് ചില പ്രോപ്പർട്ടീസാണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രോപ്പർട്ടീസാണ്. EMF ഈസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, വേറാസ് PD ഈസ് ദ ക്ലോസ് സർക്യൂട്ട് വോൾട്ടേജ്. നമ്മൾ EMF എന്നും PD എന്നും പറയാറുണ്ട്. അപ്പം EMF ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജാണ്. ഒരു സെല്ലിൽ EMF അളക്കാൻ ആ സെല്ലിലേക്ക് നമ്മളൊരു വോൾട്ട്മീറ്റർ വെച്ച് അളന്നാൽ മതി. നേരെ മറിച്ച് PD എന്ന് പറയുന്നതാണ്. EMF അളക്കുന്നതും PD അളക്കുന്നതും രണ്ടും ഒരേ യൂണിറ്റിലാണ്, വോൾട്ടാണ്. അപ്പോൾ ഇതാണ് PD അളക്കണമെങ്കിൽ നമ്മൾ ആ സെല്ലിൻ്റെ അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കണം. ആ സെല്ലിന് അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുത്തിട്ട് ആ റെസിസ്റ്റൻസിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ വോൾട്ട്മീറ്റർ വെച്ച് അളന്നാൽ കിട്ടുന്നതാണ് PD. ആ PD മാറിക്കൊണ്ടിരിക്കും. ഈ റെസിസ്റ്റൻസ് നമ്മൾ മാറ്റുന്നതനുസരിച്ച് PD മാറിക്കൊണ്ടിരിക്കും. റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ PD കൂട്ടിക്കൊണ്ടിരിക്കും. റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകുമ്പോൾ അപ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആകും. അന്നേരം അതിനെ വിളിക്കുന്ന പേരാണ് EMF. EMF ഈസ് ദി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, വേറാസ് PD ഈസ് ദി ക്ലോസ് സർക്യൂട്ട് വോൾട്ടേജ്. EMF നമ്പർ 2, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിനെ ആശ്രയിക്കുന്നില്ല. ദ ടേം EMF ഈസ് യൂസ്ഡ് ഫോർ ദി സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് കറണ്ട് ഒരു സോഴ്സ് ആയിട്ടാണ് വിചാരിക്കുന്നത്. ഒരു സെല്ല്
ആ ഇലക്ട്രിക് കറണ്ടിൻ്റെ സോഴ്സ് ആണെങ്കിൽ സെല്ലിനുള്ളതാണ് ഇ എം എഫ്. അതിൻ്റെ സെല്ലിൻ്റെ ഒരു കഴിവാണ് ഇ എം എഫ്. ഒരു ബാഹ്യ സർക്യൂട്ടിനകത്തുകൂടി കറണ്ട് കടത്തി വിടാനുള്ള ഇതിൻ്റെ കഴിവ്. നമ്പർ 4, ഇ എം എഫ് ഈസ് എ കോസ് ടു പ്രൊഡ്യൂസ് ആൻ എഫക്റ്റ് ഓഫ് പി ഡി. പി ഡി എന്നുള്ള ഫലം ഉണ്ടാക്കാനുള്ള ഒരു കോസാണ്, കാരണമാണ് ഇ എം എഫ്. നമുക്കറിയാമല്ലോ, കോസ് ഈസ് ഫസ്റ്റ് ആൻഡ് എഫക്റ്റ് ഈസ് സെക്കൻഡ്. അപ്പോൾ കോസ് കാരണം വേണം, ഇ എം എഫ് ഉണ്ടെങ്കിൽ മാത്രമേ പി ഡി ഉണ്ടാവുകയുള്ളൂ. ഇ എം എഫ് ഈസ് ദ കോസ് ആൻഡ് പി ഡി ഈസ് ദ എഫക്റ്റ്. In electromagnetic induction, in EMI, we usually consider induced EMF. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് പരിഗണിക്കുന്നത്, അല്ലാതെ സെൽ ഇ എം എഫ് അല്ല. ഒരു ഡൈനാമോ ഇ എം എഫ്, സെൽ ഇ എം എഫിന് പകരം ഒരു ഇൻഡ്യൂസ് ഇ എം എഫ്, ഡൈനാമോ ഇ എം എഫ് ആണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പരിഗണിക്കുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് മുമ്പായിട്ട് ഒരു ഓംസ് ലോ കൂടി സിലബസിൽ പറയുന്നുണ്ട്, അതുകൂടി നമുക്കൊന്ന് പറഞ്ഞേക്കുക. ഇത് ഇലക്ട്രോൺസിലും മറ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, +2 ക്ലാസ്സിലുള്ളതാണ് ഓംസ് ലോ. ഇവിടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഓംസ് ലോ, ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റന്റ്, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പി ഡി ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് ആ കണ്ടക്ടറിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിലുള്ള പി ഡിക്ക് പ്രൊപ്പോർഷണലാണ്. ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റന്റ്, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പി ഡി ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണല്ലോ. ദാറ്റ് ഇസ് വി പ്രൊപ്പോർഷണൽ ആയി, വേർ വി ഈസ് ദ പി ഡി ആൻഡ് ഐ ഈസ് ദ കറണ്ട്. അത് നമ്മളൊരു ഇക്വേഷൻ മോഡൽ പറയുമ്പോൾ ഇങ്ങനെ എഴുതും. ഓംസ് ലോ, ഇപ്പോൾ വി ഇസിക്കൽ ആർ ആണ് ഓംസ് ലോ. നമ്മൾ വി ഇസിക്കൽ ആർ ഐ ഓംസ് ലോയുടെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വി പ്രൊപ്പോർഷണലായി ദാറ്റ് ഇസ് വി ഇസിക്കൽ ആർ ഐ, അത് ഓംസ് ലോ ഇക്വേഷൻ. വി ഇസ് വോൾട്ടേജ്, പി ഡി, ആർ ഇസ് റെസിസ്റ്റൻസ് ഇൻ ഓം, ആൻഡ് ഐ ഇസ് ദ കറന്റ് ഇൻ ആംപിയർ. ഇനി ഓംസ് ലോയുടെ മറ്റൊരു റെപ്രസെൻറ്റേഷനാണ് ജെ ഇസിക്കൽ സിഗ്മ ഐ. ഓംസ് ലോയുടെ മറ്റൊരു റെപ്രസെൻറ്റേഷനാണ് ജെ സിഗ്മ ഐ. We can write Ohm's law in 2 different ways. The first one is V is RI. The second is J is sigma I. And it is called the point form of the Ohm's law. Ohm's law യുടെ പോയിന്റ് ഫോം എന്നാണ് ഈ J is equal to sigma E പറയുക. J is equal to sigma E is called the point form of Ohm's law. J is sigma E, അത് V is equal to RI നമ്മൾ തെളിയിക്കുകയാണ്. J is sigma Eയും V is equal to RIയും ഒന്നാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ. J സിഗ്മ I. J is I/A, current by area. I/A is equal to rho. Rho is equal to sigma is equal to 1/rho. That you know. The conductivity is the reciprocal of resistivity. 1/rho. Resistivity is rho. And the field is B by L or B by D, B by L. In that manner we can write. That is V is equal to, cross multiplying, V is equal to rho L by A into I. And rho L by A is called resistance, R. Rho L by A is called resistance, R. Therefore V is equal to RI. That means V is equal to RI and J is equal to sigma E are same. V is equal to RI and J is sigma E both indicate Ohm's law. I think you understood the proof. Currently, J is sigma E. J is I by E. Sigma E is 1/rho. Sigma is conductivity and rho is resistivity. Field is B by L. Cross multiply. V is rho L by A into I. Rho L by A is called resistance. So V is RI. Now laws of electromagnetic induction. This also you have studied in your +2 class, but it is important, very important here. The laws again we have to study. There are 2 laws. The law one is called Faraday's law of electromagnetic induction. Statement: whenever the magnetic field linked with a closed circuit changes, an EMF is induced into the
in the circuit and the induced EMF is proportional to rate of change of magnetic flux. ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറുമ്പോൾ സർക്യൂട്ടിലേക്ക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് EMF അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രപ്പോർഷണലാണ്. ഫ്ലക്സ് നമ്മൾ പൈ എന്നാണ് പറയുന്നത് വേബറിൽ. ഇപ്പോൾ d∅/dt ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഈ സ്മോൾ എ ഇൻഡ്യൂസ്ഡ് EMF proportional to d∅/dt. That is Faraday's law, where E is induced EMF and d∅/dt is the rate of change of magnetic flux. The second law is called Lenz's law. Lenz's law. You know the spelling L-E-N-Z''. Lenz's law. The law states that the direction of the induced EMF is in such a manner to oppose the cause which produced it. The direction of the induced EMF is in such a manner to oppose the cause which produced it. That is E is equal to, there you have to put a minus sign. The minus sign is missing there. E is equal to minus d∅/dt. You correct it. You note the relation and correct it as E is equal to minus d∅/dt. മൈനസ് സൈൻ ഷോസ് ഒപ്പോസിഷൻ. അപ്പോൾ ലെൻസ് ലോ പറയുന്നത് ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അത് എന്ത് കാരണം കൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി, നമ്മൾ മാഗ്നറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഉണ്ടാകുന്നത് കോയിലകത്തേക്ക്. ആ ഇൻഡ്യൂസ്ഡ് EMF ഈ അതിൻ്റെ കാരണം ആ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് വരുന്ന ആ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യും എന്ന് പറയുന്നതാണ് ലെൻസസ് ലോ. എന്ത് കാരണം കൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി ആ കാരണത്തെ എതിർക്കുക എന്നുള്ളത് ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നതാണ് ഈ ലെൻസസ് ലോ. ഒരു നെഗറ്റീവ് സൈനോടെ ഇട്ടിട്ടില്ല, അതിനെപ്പറ്റി താഴെ പറയുന്നുണ്ട്. ദ നെഗറ്റീവ് സൈൻ ഷോസ് ഓപ്പോസിഷൻ. സോ you have to put a negative sign when you write this note. Next is the differential form of Faraday's law. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ പ്രപ്പോർഷണൽ ടു d∅/dt ആ ഡിഫറൻഷ്യൽ ഫോം പറയുകയാണ്. ഡെറിവേഷൻ ഓഫ് ഡെൽ ക്രോസ് E ഈസ് ഈക്വൽ ടു മൈനസ് ∂B/∂t. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഡെൽ ക്രോസ് ഈ ∂B/∂t ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത സ്ഥലത്ത് ഡെൽ ക്രോസ് ഈ 0 ആയിരിക്കും. നമ്മൾ കേളി 0 നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. അതിന് കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത കേസാണ്. ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ കേളി 0 ആയിരിക്കും. അല്ലെങ്കിൽ കേളി ഈസ് ഈക്വൽ ടു മൈനസ് dB/dt ആണ്. So the differential form of Faraday's law is del cross E is minus ∂B/∂t, partial differentiation. We consider only change of B with the time. And here is a proof. It's a very simple proof. We have seen similar proofs for Gauss law in electrostatics, etc. Faraday's law in differential form is E is equal to minus d∅/dt. So in this relation, we have included the idea of Lenz's law also, minus sign. But E is equal to potential, EMF. It is equal to line integral E.dl. You know, a potential can be written as a line integral E.dl. A minus sign can be put. But we now take a numerical value where E is electric field intensity. That we put there in equation number 1. There is a minus sign. Since there is a minus sign, we need not to put additional minus sign here. So line integral E.dl is equal to minus d∅/dt. That is integral line integral E.dl is equal to minus. And look here, you know, phi is flux density, that can be written as integral over S B.ds. You know, B is equal to d∅ by, you know, d∅ is equal to B.ds. d∅ is B.ds. Therefore, phi is integral B.ds.
So in the place of phi, we put that integral over s, d by dt of integral over s b dot ds. Line integral e dot dl is equal to minus d by dt of integral b dot ds. You remember that differential and integral sign will not cancel because our differential is based on time, d by dt. Integral is surface integral, so they will not cancel. But one thing we can do, we can interchange. Our derivative integral ഉണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് ഇൻ്റഗ്രലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ക്യാൻസൽ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഒന്ന് ടൈം ഡെറിവേറ്റീവ് ആണ്, മറ്റേത് സർഫസ് ഇൻ്റഗ്രലാണ്. ഒന്ന് സർഫസ് ഇൻ്റഗ്രലാണ്, സർഫസാണ് അവിടെ വരുന്നത്, ഏരിയ. ഇവിടെ ടൈമാണ്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യത്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നത്, നമ്മളത് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓപ്പറേഷൻ്റെ ഓർഡർ നമുക്ക് മറിക്കാം. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് എഴുതും? LHS അതുപോലെ എഴുതും. ഇസുകൾ മൈനസ് ഇൻ്റഗ്രേഷൻ ആദ്യം സർഫസ് ഇൻ്റഗ്രൽ derivative dou b by dou t ds, area vector. Dou b by dt, db, or you can write db by dt. We consider only the variable t. So dou b by dou t ds. Question number 2. Now we apply a theorem in vector calculus. Vector calculus, theorem in vector calculus, that is, this theorem is the Stokes theorem. A line integral can be converted into surface integral using Stokes theorem in the form. Stokes theorem is a theorem in vector calculus, and that theorem is of the form line integral E dot dl is equal to surface integral del cross E dot ds. നമ്മൾ ഗോസ് തിയറം നേരത്തെ അപ്ലൈ ചെയ്യാറുണ്ട്. ഗോസ് തിയറം എന്ന് പറഞ്ഞാൽ സർഫസിനെയും വോളിയത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, സർഫസ് ഇൻ്റഗ്രലും വോളിയം ഇൻ്റഗ്രലും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗോസ് തിയറം. ഡൈവേർജൻസ് തിയറം ഇൻ വെക്ടർ കാൽക്കുലസ്. ഇവിടെ നമുക്ക് പറയേണ്ടത് സ്റ്റോക്സ് തിയറാണ്. സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രലിനെയും സർഫസ് ഇൻ്റഗ്രലിനെയും ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ LHS കൊടുക്കും. Therefore equation 2 becomes surface integral del cross E dot ds is equal to minus surface integral dou b by dou t dot ds. അപ്പോൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേഷൻ ഒന്ന് തന്നെയാണ്. ds ആണ് വേരിയബിൾ, അല്ലെങ്കിൽ സർഫസ് ഏരിയയ്ക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രാൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്നർത്ഥം. ഇൻ്റഗ്രാൻസ് ഇക്വേറ്റ് ചെയ്യാം, രണ്ട് സൈഡിൽ ഇൻ്റഗ്രാൻസ് ഇക്വേറ്റ് ചെയ്യും. ആ ds ഒഴിച്ചുള്ള ടേം ഇവിടെ LHS എഴുതുമ്പോഴേ LHSൽ ഇൻ്റഗ്രൽ സൈൻ ഉണ്ട്, കറക്റ്റാണ്. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ രണ്ട് സ്ഥലത്ത് മാറ്റണം, ഈ സൈന് മാറ്റണം, ds മാറ്റണം. അതാണ് ഇൻ്റഗ്രേഷൻ മാറ്റം എന്ന് പറയുന്നത്. അതിൽ പറയുന്നൊരു മറ്റൊരു രീതിയാണ് ഇക്വിറ്റി ഇൻ്റഗ്രാൻസ് എന്ന് പറയും. ഇക്വിറ്റി ഇൻ്റഗ്രാൻസ് ഇപ്പോൾ സൈനും കൊണ്ട് മാറ്റി ds മാറ്റിയാണ്. സൈൻ മാത്രമായിട്ട് മാറത്തില്ലല്ലോ, സൈൻ്റെ കൂടെയുള്ള പിന്നെ ഒരു ക്വാണ്ടിറ്റിയാണ് ds. അപ്പോൾ രണ്ട് ഒപ്പാണ് മാറുന്നത്. അപ്പോൾ del cross E is equal to minus dou b by dou t, and that is the differential form of Faraday's law of electromagnetic induction. That is all with the 35th lecture on electrodynamics. Thank you very much.